അതെ, നോക്കിയേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ പറയാം കേട്ടോ. നമ്മുടെ വാഴക്കാമ്പില്ലേ, വാഴക്കാമ്പ് അച്ചാറാട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ വാഴക്കാമ്പ് അച്ചാർ? അപ്പം ഞാൻ വാഴക്കാമ്പ് എടുത്തിട്ട് അതിൻ്റെ മേലത്തെ തൊലി ഒന്നും കൂടി കളഞ്ഞു. ഈ പരുവത്തിലുള്ളത് മതി കേട്ടോ. അതിനപ്പുറം ഇപ്പുറം കുറച്ച് നേരത്തെ മുറിച്ച് കൊണ്ടുവച്ചതാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം വാഴക്കാമ്പും കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ റൗണ്ടിൽ ആദ്യം ചെറുങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ നാര് കളയണം കേട്ടോ, ഇതുപോലെ. അപ്പം അതിൻ്റെ നാരിങ്ങനെ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുമ്പം തന്നെ അതിൻ്റെ നാരിങ്ങനെ നമുക്ക് കയ്യിലിങ്ങനെ ചുറ്റിയൊക്കെ കിട്ടുവേ. അത് കഴിഞ്ഞ് നമുക്ക് കുനുകുനാന്ന് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് കട്ടിയില്ലാണ്ട് കുനുകുനാന്ന് അരിയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചിടാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല. അടിപൊളി അച്ചാർ കേട്ടോ. വാഴക്കാമ്പ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വേണം കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ചത്തെ കല്യാണത്തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മുതൽ അടുത്ത തുടങ്ങും. ആങ്ങളേൻ്റെ മോൻ്റെയാണ്, അതായത് എൻ്റെ മോൻ്റെ തന്നെ, എൻ്റെ വസീം അതായത് നിച്ചൂസിൻ്റെയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക പോകണം, കല്യാണമൊക്കെ അടിപൊളിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ പരമാവധി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുനുകുനാന്ന് അരിയണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി. പരമാവധി വേഗം വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമുക്ക് എന്താക്കണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ വാഴക്കാമ്പ് അതിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാഴക്കാമ്പ് ഇങ്ങനെ ഇതിൽ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പം തന്നെ ഒരു കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ട്, ഞാനിത് ചിരട്ടക്കൈയിലാണ്, ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ അതിൽ ബാക്കി എന്തെങ്കിലും നമ്മൾ മുറിച്ചതിൽ കിട്ടാത്ത നാര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ഇതിൻ്റെ തുമ്പിൽ വരും, കണ്ടില്ലേ? അപ്പം അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഈ ഒരു കയ്യിൽ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്. ഇതാണ്ട് ഇത് കടുക് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുരുമുളക്, ഉലുവ, വലിയ ജീരകമാണ്. ഇത് ചെറിയൊരു കഷ്ണം കായവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നല്ലെണ്ണയാണ്. ഇത് വിനാഗിരി കേട്ടോ. അപ്പം അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, ഇതാ നമ്മളെ കാമ്പൊക്കെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ചധികം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 10-15 എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വലിയ ജീരകം കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം എടുത്തിട്ട് അതിൽ തന്നെ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കടുകും അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 സാധനവും ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരേ അളവിനാട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നല്ല വറവ് ഇതാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് 4 കൂടി ഒരേ ഇതിൽ നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം ഇത് പൊടിക്കുന്നുണ്ട്. പൊടിക്കുമ്പോൾ ഞാൻ കായവും കൂടി, ഈ കായം ഉണ്ടല്ലോ ഞാൻ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തതാട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കട്ടെ, നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം അക്കുഡൂസ് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിന് ചട്ടി വെക്കുക. അക്കുഡൂസ് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചതാണ്. അപ്പം നമുക്ക് ഒരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒരു 4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പൊടിക്കുമ്പം പറഞ്ഞായിരുന്നു മസാലക്കൂട്ട് കായം ഞാൻ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തു എന്ന്. ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കായം നമുക്ക് ആ മസാല ജീരകമൊക്കെ ഇടുന്ന മസാലയിലേക്ക് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലെണ്ണയിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുനുകുനാന്നരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അകത്ത് വെച്ചിട്ടാട്ടോ പാചകം ചെയ്യുന്നത്, ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചം കുറവാട്ടോ. അതായത് വീട്ടിലെ ബൾബും കത്തുന്നുണ്ട്, എമർജൻസി ഫ്രണ്ട് ആ ലൈറ്റ് കാണുന്നത് എമർജൻസി കത്തുന്നതാട്ടോ. അപ്പം നമുക്ക് ഉള്ള വെളിച്ചത്തൊക്കെ പാചകം ചെയ്യാം. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ചെയ്യുന്നില്ല. ഇപ്പം ഭയങ്കര കാറ്റൊക്കെയാണ് അവിടെ, അതുകൊണ്ട് അവിടെ പോയിരുന്നില്ല. അടുപ്പ് ശരിക്കും കത്തത്തില്ല. അപ്പോൾ അതിൽ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വാഴക്കാമ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ വാഴക്കാമ്പ് അച്ചാറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പൊക്കെ. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലക്കൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലെണ്ണ കുറവാണെങ്കിൽ ഇപ്പം ഒക്കെ നല്ലെണ്ണ പാകമാണ്. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ഇത് ഞാനൊരു എന്താ പറയുക എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു 2-3 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണേ. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം അതിന് ശേഷം നമുക്ക് എന്താക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈത്തപ്പഴം നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കുക നെയ്യിലിട്ടിട്ട് എല്ലാം കൂടി. നെയ്യെന്ന് പറയുന്നത് ഞാൻ ഈ നല്ലെണ്ണയ്ക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കും എല്ലാത്തിനും ഞാൻ നെയ്യെന്ന് പറയും. എല്ലാവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്തയും കേൾക്കും കേട്ടോ. ഈ അച്ചാറുണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എത്ര കാലം വരെ ഒന്നും ആവത്തില്ല കേട്ടോ. പുറത്തേക്കൊക്കെ കൊടുത്ത് വിടുകയും ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മാങ്ങയും എന്താ പറയുക നാരങ്ങയൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി അച്ചാറും ഉണ്ടാക്കണം. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ നിറച്ച് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം വാഴക്കാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എരിവിനൊക്കെ ഉള്ളതായിട്ടാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കുറച്ച് വാഴക്കാമ്പാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എന്താക്കിയാൽ മതി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണേൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നല്ലെണ്ണ കുറവാണ് പിന്നെ ഒഴിച്ച് കൊടുക്കാമെന്ന്. അതിന് ശേഷം നമുക്കിനി കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് പോകുമ്പം ക്യാമറ ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഫോൺ പിടിച്ചു തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പിടിക്കുക, ഞാൻ തന്നെ ഇളക്കുക. അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ജീരകവും ഉലുവയും നമ്മളെ കടുകും കുരുമുളകൊക്കെ കൂടിയുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അടിപൊളി മണോ. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് ഏകദേശം അച്ചാർ റെഡിയാവാനായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാൻ ഇത് കണ്ടോ നല്ല രീതിയിൽ അച്ചാർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളവും കൂടി എടുത്ത് വെക്കണം കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് തണിയാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് കണ്ടോ മക്കളെ, പുറത്തുനിന്നാണ് ഈ അച്ചാറിൻ്റെ കളറൊക്കെ മനസ്സിലാവും. ഞാൻ അകത്തുനിന്നായിരുന്നു. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൂസ്, ഞാൻ അധികം ലൂസാക്കൂല, ഒരുവിധം ഇതുപോലെ ലൂസാക്കിയുള്ളൂ. വല്ലാണ്ട് ലൂസാക്കിയാൽ അച്ചാർ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് എന്തൊക്കെ നോക്ക്. വാവ്, വായിൽ വെള്ളം. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. അടിപൊളിയാണ്. അപ്പം മക്കളെ കുറച്ചും കൂടി ഒന്ന് ഞാൻ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഓവർ ലൂസാക്കുന്നില്ല. ഇത് ഇത്ര മാത്രം കേട്ടോ. അപ്പോൾ ഇത് എത്ര കാലം വേണേൽ വെച്ചാൽ കേടാവൊന്നുമില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തവരാണെങ്കിൽ ഇത് തന്നെയാണോ നിങ്ങളെ റെസിപ്പി എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എന്താക്കാം, ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഒരു കുപ്പിയിലേക്ക്, ചില്ല് കുപ്പിയിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച ശേഷം ചില്ല് കുപ്പിയിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് നല്ലതായാലും ചീത്തയായാലും അഭിപ്രായം അറിയിക്കണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. എന്നാൽ ശരി, ബായ്.